ദില്ലി ജുമാ മസ്ജിദിന് പുറത്ത് ഭക്ഷണശാലകളിൽ ഏകദേശം പ്രശസ്തമായ ഒരു ഹാജി മുഹമ്മദ് ഹുസൈൻ സാഹിബിൻ്റെ കടയാണിത്. വളരെ പ്രശസ്തമായ കട. ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയതാണ്. അപ്പോൾ ഭക്ഷണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡൽഹിയിലുള്ള ജമാ മസ്ജിദിൻ്റെ പുറത്തുള്ള ഭക്ഷണശാലകളുടെ വൃത്തി നമുക്ക് അത്ര ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നില്ല. എന്നാൽ അത് എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ ഓർഡർ ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട് ഒരു ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞാനും അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി. അത്ര കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ നമുക്ക് മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വൃത്തി അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ആ കടയുടെ മാത്രമല്ല, ദില്ലി ജമാ മസ്ജിദിൻ്റെ പുറത്തുള്ള എല്ലാ കടകളും അതുപോലെ തന്നെയാണ്. പക്ഷേ ആൾക്കാർ വന്ന് ഭയങ്കരമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഫാമിലി ആയിട്ട് വന്ന് കഴിക്കുന്നുണ്ട്. ഈ ഹോട്ടലിൽ തന്നെ മുകളിൽ ഫാമിലിക്ക് വേറെ തന്നെ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ സ്ഥിരമായിട്ട് നല്ല തിരക്കിലും, നമ്മളൊരു വൈകിട്ട് സമയത്താണ് പോയിട്ടുണ്ടായത്. അപ്പോൾ നല്ല തിരക്കാണ് അവിടെ ഉണ്ടായത്. സാധാരണ ചർച്ചയായ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഭയങ്കര ഫേമസ് ആണ്. അവരാണ് സാധാരണ ഇരുന്നിട്ട് കാണാറ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തോന്നുന്നു. ഇന്ന് അവിടെ ഇരുന്നിട്ട് കണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി 5 മണി മുതൽ രാത്രി 10 മണി വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. രാത്രി സമയത്താണ് ദില്ലി ജമാ മസ്ജിദിൻ്റെ പുറത്ത് ഫുഡിന് അത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ വൃത്തി കുറഞ്ഞ സ്ഥലമാണ് ജമാ മസ്ജിദിൻ്റെ പുറത്തുള്ള ഫുഡ് കോർട്ട് മാത്രമല്ല, അവർ ഉണ്ടാക്കുന്നതൊക്കെ നല്ല വൃത്തിയിലായാണെങ്കിലും നമുക്ക് അതിൻ്റെ പരിസരം ഒന്നും അത്ര മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് ഫുഡ്. ഇതുപോലെ തന്നെ പല ഫേമസ് കടകളും അവിടെയൊക്കെ ഉണ്ട്. 2-3 കടകൾ ഫേമസ് ആയിട്ടുള്ളത് ഉണ്ട്.